സൺഡേ ഒക്കെ ഈ സമയത്തൊക്കെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന വളരെ പണ്ട് കുറച്ച് നാളുകളായിട്ട് ഞാൻ സൺഡേ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാലും സൺഡേ ഒരു 10 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇതിപ്പം അതാണ്, നമ്മൾ കുറേ പ്രായമാകുമ്പോഴത്തേക്കും നമ്മൾ പല കാര്യങ്ങളും ചേഞ്ച് ആവും എന്നുള്ളത് വളരെ വളരെ സത്യമാണ്. മറ്റേ ചെറുപ്പത്തിൽ പുട്ട് ഇഷ്ടമില്ലാത്തപ്പോൾ അഡൽട്ടായി അല്ലെങ്കിൽ പ്രായമായി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് വി സ്റ്റാർട്ട് ലവിങ് പുട്ട്. എനിക്കിപ്പോൾ പുട്ട് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പല പല ചേഞ്ചുകളും നമുക്ക് വരും. നമ്മൾ പല പല ഇഷ്ടങ്ങളും മാറും. എനിക്ക് തോന്നുന്നു ഇന്ന് വണ്ടിക്ക് അത്ര വൃത്തികേടില്ല. അങ്ങനെ ഞാൻ വണ്ടി വാഷ് ചെയ്യാൻ 2 ദിവസങ്ങൾക്ക് ശേഷം വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു കടയുണ്ട്, എനിക്ക് വിശക്കുന്നു. അവിടെ പോയിട്ട് വെള്ളം കഴിക്കും. ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു മഗ്ഡി ഉണ്ട്, മഗ്ഡിയിൽ പോയിട്ട് അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അത് നല്ലതാണ്, അത് കഴിക്കാം. പക്ഷെ അപ്പോഴാണ് ഇപ്പം ഇത് കണ്ടത്, ടീ ജംഗ്ഷൻ ലോഞ്ച് കണ്ടത്. എനിക്ക് അവിടെ പോയി കഴിക്കാം. ഇന്നത്തെ ദിവസം ഇങ്ങനെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്നെ മാത്രം നോക്കിയാൽ പോലും ഇപ്പൊ ഞാൻ വണ്ടിയും കൂടെ നോക്കേണ്ട അവസ്ഥ. എന്റെ സമയം തികയുന്നില്ല, എന്നെ നോക്കണം, വണ്ടി നോക്കണം. ഓ മൈ ഗോഡ്, കുഴപ്പമില്ല. ഐ ലൈക്ക് ദിസ് ബിസി സ്കെഡ്യൂൾ. ഇന്നലെ ഫുള്ള് ബിസി ആയിരുന്നു. ഇത് ഇവിടെ എനിക്കൊരു പിമ്പിൾ വന്നു, അത് അങ്ങോട്ട് മുകളിൽ പുറത്തോട്ടും വരുന്നില്ലെങ്കിൽ അകത്തോട്ടും പോകുന്നില്ല, രണ്ടും അല്ലാത്ത രീതിയിലിട്ട്. ഇവിടെ ശരിക്കും നീരുണ്ട്, ഇതെന്തോന്നോ ലൈക്ക് ഇങ്ങനെ തടിച്ചിട്ടിരിക്കുന്നു. എനിക്ക് ഇങ്ങനെ തൊടുമ്പോൾ ഇത്രയും ഭാഗത്ത് ആ പിമ്പിളിന്റെ ഒരു ഉണ്ട ഫീൽ ചെയ്യും. ഇന്നലെ പിന്നെ ഞാൻ ഇന്നലെ ഇട്ട ഡ്രസ്സ് അത് ഊരി അവിടെ ഇട്ടിരുന്നു, അതൊന്നും എടുത്തിട്ടിട്ടായിരുന്നു. അങ്ങനെ ഞാൻ വണ്ടി കൊടുത്തു. ആ ടീ ഷോപ്പ് ഓപ്പൺ ആണെന്നാണ് പുള്ളി പറഞ്ഞത്. ഞാൻ എൻ്റെ മഗ്ഡി മതി എനിക്ക്. ഓ കാലിക്കറ്റ് ഡൈൻ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തൊരു കടയുണ്ടല്ലോ, കാലിക്കറ്റ് ഡൈൻ, അവിടെ പോകാമെങ്കിൽ. എനിക്കറിയത്തില്ല, ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്കൊന്ന്, ഞാനും ഓഫീസിൽ മിക്ക ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്യുന്നത് ഇങ്ങനത്തെ സാധനങ്ങൾ, ബ്രെഡും അതും ഇതൊക്കെ ആയതുകൊണ്ട് ഇന്ന് എനിക്കൊരു മലയാളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു മൈ മൈൻഡ് ഈസ് ഈ മലയാളി കടകളിലോട്ട് പോകാൻ പറയുന്നു. അതുകൊണ്ട് ഞാൻ മഗ്ഡീനെ ഞാൻ ഇന്ന് ഉപേക്ഷിക്കുക. ഇത് ഓപ്പൺ അല്ലെങ്കിൽ നോക്കുക. ഇതെന്ത് സ്ഥലമായത്, കടയൊന്നും ഓപ്പൺ ആവാത്ത. കാലിക്കറ്റ് ഡൈൻ റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ചായയും മസാല ദോശ ഓർഡർ ചെയ്തു. വന്നൊരു കാർ ഭ്രാന്തിയായി വരുന്നു എന്ന് എനിക്ക് എന്തോ ഒരു ഡൗട്ട്. കാരണം ഞാൻ വന്നിട്ട് ഈ സൈഡിൽ ഇരുന്നു, അപ്പോൾ എനിക്ക് കാർ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കാർ വാഷ് ചെയ്യുന്നതാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി ഓരോ ആൾക്കാരും എന്തുകൊണ്ട് കാറ് ഇത്ര സ്നേഹിക്കുന്നു. നമുക്ക് നമ്മുടെ സ്വന്തമായി കഴിയുമ്പോൾ നമുക്ക് അതിനോടൊരു വല്ലാത്തൊരു സ്നേഹമൊക്കെ ഉണ്ടാകും എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ എൻ്റെ ഈ വണ്ടി എടുത്തതല്ലേ എൻ്റെ ഏറ്റവും ഡൗൺഫോളിൽ. നമ്മളിങ്ങനെ ചില സമയത്ത് നമ്മൾ പറയത്തില്ലേ, അല്ല എവിടെയോ ഏതോ ഒരു മൂല ആരും ഇല്ലാത്തപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ്. അതുപോലെ ഞാൻ മറ്റേ പൊട്ടിപ്പൊളിഞ്ഞിരുന്നപ്പോൾ എനിക്ക് മറ്റൊരു ഹാപ്പിനെസ് തന്നൊരു സംഭവമാണിത്. അപ്പം എനിക്കെന്തോ ഒരു ഭയങ്കര ഇഷ്ടമുണ്ട് അതിനോട്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നല്ല എൻജോയ് ചെയ്ത് നല്ലുണ്ട്. നല്ല ചോറ്, സുടാ ദോശ. കുറേ നാൾ മുന്നേ എനിക്ക്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പ്രശ്നം ഉണ്ടോ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. വേണമെങ്കിലും ഒന്ന് ആലോചിച്ചു. എനിക്കുണ്ടായിരുന്നു. ഒരു റെസ്റ്റോറൻറ്റിലോ എവിടെയെങ്കിലും പോയിട്ട് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു ഇഷ്യൂ, ആ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് ഈറ്റിംഗ് അലോൺ. ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഒറ്റയ്ക്ക് ഓർഡർ ചെയ്തിട്ട് അത് നമുക്ക് തരുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ് ആരുമില്ല ഒറ്റയ്ക്ക് ഫുഡ് പോയി കഴിക്കുക എന്നുള്ളത്. പക്ഷെ വൺസ് നിങ്ങളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല.
എനിക്കും ഇഷ്ടമാണ്. എനിക്കിപ്പോൾ ആ ഒരു ഫസ്റ്റ് ഒക്കെ പോകുമ്പോൾ എനിക്കെന്തോ ഞാൻ ഒറ്റയ്ക്ക് ഇവരെന്ത് വിചാരിക്കും, ആ ഒരു എന്തൊക്കെ ഒരു വൃത്തിയുടെ ഫീൽ ഉണ്ടായത്. അപ്പം എനിക്ക് ആ ഫീൽ ഒന്നുമില്ല. ആരെന്നെ നോക്കുന്നുണ്ടെന്നോ ആരെന്തോ വിചാരിക്കുമെന്നോ അല്ലെങ്കിൽ അതൊരു ഓക്വേർഡ് ആണോ, അങ്ങനൊന്നും ഓക്വേർഡ് അല്ല. ഇതൊരു ഏറ്റവും ബെസ്റ്റ് തിങ് ആണ്. ഇഫ് യു ക്യാൻ ഈറ്റ് അലോൺ ഇൻ എ റെസ്റ്റോറൻറ്റ്, അതാണ്. അതേപോലെ ഒറ്റയ്ക്ക് മൂവി കാണാൻ പോകാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യും, ആരെയും കൂട്ടാതെ. കാരണം നമുക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിലൊന്ന് ഒറ്റപ്പെട്ട് പോകേണ്ട സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ആ വിഷമങ്ങൾ ഉണ്ടാവത്തില്ല. ഞാൻ മുന്നേ ചെയ്താൽ അതെനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീൽ വരും. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് പുള്ളി എന്നെ കാറ് വാഷ് ചെയ്ത് കഴിഞ്ഞ് അയാൾ എന്നെ വിളിക്കാൻ വന്നു. കാർ എടുത്തിട്ട് ഇനി ഇൻസൈഡ് വാഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പം ഞാൻ ഇതിപ്പം പുറമെല്ലാം വാഷ് ചെയ്ത് അടിയും വാഷ് ചെയ്തു. ഇനി അകം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സെക്ഷനിലോട്ട് ഇവർക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോട്ടെ. ഞാൻ കീ കൊടുക്കാന്ന് പറഞ്ഞാൽ യെസ്. അങ്ങനെ ഞാൻ കാറെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് പോകാം. എന്തായാലും ഇപ്പോൾ സമയം 10:30 ആയിട്ടേ ഉള്ളൂ. ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം 12 മണിക്ക് എനിക്ക് മീറ്റിംഗ്. അപ്പം റൂമിൽ ചെന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് മീറ്റിങ്ങിന് ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. 10:30യുടെ മീറ്റിംഗ് മിക്കവാറും 12 മണിയുടെ മീറ്റിംഗ് മിക്കവാറും തീരുമ്പോൾ 2 മണിയാവും. അത് കഴിയുമ്പോൾ അടുത്ത മീറ്റിംഗ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഈവനിങ് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. എന്താന്ന് വെച്ചാൽ അതൊരു പ്രൈവറ്റ് ഫംഗ്ഷനാണ്. അപ്പം ഞാൻ അതെന്താണെന്ന് പറയുന്നില്ല. ബിക്കോസ് ആ ഫംഗ്ഷൻ അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് വെരി പ്രൈവറ്റ്. ചുമ്മാ ഒരു ഒഫീഷ്യൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത്രേ ഉള്ളു. അപ്പം അതുണ്ട്. ഞാൻ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഡ്രസ്സൊക്കെ, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഡ്രസ്സൊന്നും ഇപ്പം കയറുന്നില്ലായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ അന്ന് അഫ്രീനുമായിട്ട് ഞാനും അഫ്രീനോട് ഷോപ്പിങ്ങിന് പോയ ദിവസം ഒരു ബ്ലാക്ക് ഡ്രസ്സ് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് അത് കുറച്ച് പഫ് കൈയൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഇടുമ്പോൾ അത്യാവശ്യം എനിക്ക് സൈസ് ഉള്ള പോലെ ഞാനിങ്ങനെ ഭയങ്കര ലീനായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം എനിക്ക് ഇങ്ങനെ ഞാൻ കുറച്ച് സൈസായിട്ട് ഫീൽ ചെയ്തു ആ ഡ്രസ്സ് ഇട്ടപ്പോൾ. അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് എടുത്തായിരുന്നു. ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാൻ എന്തിട്ടാണ്, എനിക്ക് വേറെ ഡ്രസ്സൊന്നും ഇല്ല ഇപ്പോൾ ഇടാൻ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ആൾക്കാർക്ക് ഈ ഒരു ടീഷർട്ട് ഈ ആഴ്ച ഫുള്ള് ഞാൻ ഈ ടീഷർട്ടാണ് ഇട്ടത്. പിന്നെ എനിക്കിപ്പോൾ ഈ കളർ ഇഷ്ടമായതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കുറേ ടീഷർട്ടൊക്കെ ഉണ്ട്, വേറെ ഡിസൈൻ അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ ആലോചിക്കുക, ഞായറാഴ്ച രാവിലെ ഞാൻ എൻ്റെ ഉറക്കവും എൻ്റെ മടി എല്ലാം മാറ്റി വെച്ച് ഞാൻ ഒരാൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നു. ആർക്ക് വേണ്ടി? ഈ വണ്ടിക്ക് വേണ്ടി. ഓക്കെ, അപ്പം ഞാൻ എനിക്ക് വഴി അറിയത്തില്ല ഇവിടെ എങ്ങോട്ടാണ്. ദൂതുമെത്ത അലൈൻ റോഡ്, ഷെയ്ഖ് റാഷിദ് റോഡ്, ഷാർജ. ഓക്കെ, അപ്പം ഞാൻ മാപ്പ് എടുക്കട്ടെ. ബായ്. You know what is this? നമ്മുടെ ദുബായിയുടെ രാജാവായ ഷെയ്ഖ് റാഷിദ് ബിൻ അൽ മക്തം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ സർവൈവ് ചെയ്തു വെരി പീസ്ഫുൾ ആയിട്ട്. സോ അതുകൊണ്ട് ഇഫ് യു ആർ ലവിങ് UAE, യു ക്യാൻ റേസ് ദ ഫ്ലാഗ് ഇൻ യുവർ ഹോംസ്, കാർസ്, എനിവേർ. സോ നമ്മുടെ നൂണും തലബത്തും ഈ ഡെലിവറി ബോയ്സും മുഴുവൻ അതുകൊണ്ട്. അങ്ങനെ ഞാൻ റൂമിൻ്റെ ഒരു വളവെടുത്ത് 2 റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ എത്തും. അപ്പോൾ ഞാൻ ആ ഫ്ലാഗിൻ്റെ കാര്യം പറഞ്ഞല്ലേ. അപ്പം അതുകൊണ്ട് കുറേ ഡെലിവറി ബോയ്സ്, കുറേ ആൾക്കാർ വീട്ടിൽ, ഫ്ലാറ്റിൻ്റെയൊക്കെ ബാൽക്കണിയിൽ അങ്ങനെയൊക്കെ എല്ലാവരും ഫ്ലാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. വി ഓൾ ലവ് UAE. കാരണം ഈ ഒരു രാജ്യം നമുക്ക് തരുന്ന സുരക്ഷിതത്വവും സമാധാനം. ഈ ഒരു വാർ സിറ്റുവേഷൻ ഇത്രയും നന്നായിട്ട് കുറേ ആൾക്കാരെ എഫക്റ്റ് ചെയ്തു, കുറേ ആൾക്കാരുടെ ലൈഫ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വാർ സിനാരിയിലോട്ട് ഒരിക്കലും പോയിട്ടില്ല. അതായത് വേണമെങ്കിൽ
ആയിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ വേസ്റ്റ് ആവാം, ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടാമായിരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഒരു വാർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഐ ഓൾസോ ഫെൽറ്റ് ഇവരത് നന്നായിട്ട് സർവൈവ് ചെയ്തു, നന്നായിട്ട് ഈ ഒരു രാജ്യം അതിനെ ഹാൻഡിൽ ചെയ്തു. കാരണം ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, മെസ്സേജ് വരുമ്പോഴും എല്ലാവരും ചിന്തിക്കും ഓക്കെ എന്താണ് വാറിൻ്റെ അലേർട്ട് വരുന്നത് അല്ലെങ്കിൽ മിസൈൽ അലേർട്ട് വരുന്ന സമയത്തും എല്ലാവരും പുറത്തിറങ്ങാറൊക്കെ മിക്ക ആൾക്കാരും ഉണ്ടായിരുന്നു. ബിക്കോസ് എവറി വൺ ഹാവ് ദാറ്റ് കോൺഫിഡൻസ്, ഒന്നും സംഭവിക്കത്തില്ല, ഇവിടെ നമ്മൾ സേഫ് ആണെന്നുള്ള ആ ഒരു ഉള്ളത് കൊണ്ട് ഓവർ കോൺഫിഡൻസ് ആണെന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം അവർ ഒരു മിസൈൽ അയക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ നോക്കേണ്ടതിന് പകരം കുറേ ആൾക്കാർ പുറത്തിറങ്ങിയൊക്കെ നടക്കാറുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഞാനടക്കം പുറത്തിറങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ചിലപ്പോൾ നമ്മൾ ഓൺ ദ വേ ഓഫീസിലോട്ട് പോകാൻ ഇറങ്ങുമ്പോൾ ആയിരിക്കും ഇത് വരുന്നത്, അപ്പം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, പോയേ പറ്റത്തുള്ളൂ. അവര് വരെ ഇവയുടെ കളറാക്കി ഫ്ലാഗ് ആക്കി. അങ്ങനെ ഞാൻ റൂമിലെത്തി. പയ്യ എനിക്ക് ക്ഷീണമായി. ഇതിൽ എൻ്റെ കൂട്ടുകാരി എനിക്ക് കുറേ മാസ്ക് ഒക്കെ തന്നിട്ട് അതിനകത്തൊരു മാസ്ക് ഇടാം. ഞാൻ ഡെസ്പാ, കാരണം ഇവിടെ മഴ പെയ്യാൻ പോകുന്നു വീണ്ടും. ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ വർക്കൊക്കെ കളഞ്ഞിട്ട് പോയി ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് എന്തിനാ മഴ പെയ്യുന്നത് എനിക്കറിയത്തില്ല. ഇവിടെ ഇപ്പോൾ മഴയോടെ മഴയാണ്, മരുഭൂമിയിൽ മഴയാണ് ഇപ്പോൾ ഫുള്ള്. എന്ത് ചെയ്യണം? അങ്ങനെ ഞാൻ ഡ്രസ്സെല്ലാം മാറി മുടിയൊക്കെ കെട്ടി വെച്ചു. ആ മുടി വെട്ടിയത് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു, അയ്യോ കോമഡിയായിരുന്നു. എന്നിട്ട് ഞാൻ രാത്രിയിലൊക്കെയാണ് അമ്മയും വീഡിയോ കോൾ ചെയ്യുന്നത്. ഒരു 7:30 ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാനും വിളിക്കുമ്പോൾ മറ്റേ ഇരുട്ടത്തൊക്കെ ആയിരിക്കും. അപ്പം പ്രോപ്പറായിട്ട് അമ്മ എന്നെ മുടി ഒന്നും കാണുന്നില്ല, ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഫ്രണ്ടിലോട്ടൊക്കെ കിടക്കുന്നേ കാണുന്നുള്ളൂ. റീസെൻ്റ്ലി ഒരു ദിവസം ഞാൻ രാവിലെ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ മുടിയെടുത്ത് ഇങ്ങനെ ഇടുകയും ചെയ്തു. അമ്മ അയ്യോ മുടി ആരോട് ചോദിച്ചിട്ട് വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞിട്ട് ഫുള്ള് ബഹളമായിരുന്നു. ഈ അമ്മമാർക്ക് മുടി വെട്ടുന്ന ഒട്ടും ഇഷ്ടമില്ല. അത് ഞാൻ കഷ്ടപ്പെട്ട് എണ്ണയൊക്കെ തേച്ച് വളർത്തി എത്ര വർഷം മുന്നെയാ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 100 പ്രാവശ്യം മുടി വെട്ടിയിട്ടുണ്ട്. എന്നാലും സ്റ്റിൽ ഇത് തന്നെ പറയും, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ മുടിയെല്ലാം വെട്ടിക്കളഞ്ഞു. എന്നിട്ട് അമ്മ ഇപ്പം എന്നോട് പറയാം, നിനക്ക് പ്രായമായി, നീ ഇനി മുടി വെട്ടിക്കഴിഞ്ഞാലും നിനക്ക് കിളിക്കത്തില്ല എന്ന്. അമ്മ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഇതിവിടെ മഴ പെയ്യും. ഐ ഹേറ്റ് റെയിൻ. മഴ പെയ്താൽ വണ്ടി പോട്ടെ, വീണ്ടും ഞങ്ങൾ വാഷ് ചെയ്യേണ്ടി വരും മിക്കവാറും. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എൻ്റെ സൺഡേ പോയി, സൺഡേ ഫുള്ള് ഫ്ലോപ്പായി പോയി. ഞാൻ കുറച്ച് നേരം ഇവിടെ കടന്നങ്ങോട്ട് റെസ്റ്റ് ചെയ്യാം. ചതിച്ചു എന്നെ, മഴ ചതിച്ചു. മഴ പെയ്യുന്നു. എൻ്റെ മസാല ദോശ ഈസ് ഓൾറെഡി ഡൈജസ്റ്റഡ്. ഐ എം സോ ഹംഗ്രി. ഇവിടെ കഴിക്കാൻ ഒന്നുമില്ല, പക്ഷെ ഞാൻ ഓർഡർ ചെയ്യത്തില്ല ഫുഡ്. ബിക്കോസ് ഇന്ന് ഞാൻ ഓൾറെഡി രാവിലെ പുറത്തുനിന്ന് കഴിച്ചു, അതുകൊണ്ട് ഉച്ചയ്ക്ക് കുക്ക് ചെയ്യും. ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ച്. ഇതെന്തത്? Reconstruction process. Flora, which Sir, anything from your side? Mansur, nothing. അങ്ങനെ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വിശക്കുന്നു, എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കാൻ എനിക്ക് വയ്യ. പിന്നെ ഞാൻ പറഞ്ഞില്ല വൈകിട്ടേക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, അത്യാവശ്യം ഫുഡ് എന്തെങ്കിലും രാത്രി കഴിക്കുക ഹെവി ആയിട്ട്. അപ്പം ഇപ്പം ഇത്തിരി ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചപ്പോൾ സോസേജ് ഇവിടെ ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് ഉള്ളിയുണ്ട്, സാധനം മേടിക്കണം നമുക്ക് ഇന്ന്. അപ്പം ഞാൻ വിചാരിച്ച് അത് വെച്ചിട്ട് ഒരു റോൾ ഉണ്ടാക്കാം. ഇവിടെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് മാങ്ങയും കൂടെ കട്ട് ചെയ്ത് ഒരു മാങ്ങയും കൂടെ കഴിക്കാം. എനിക്ക് മാങ്ങ കട്ട് ചെയ്യാൻ ഒട്ടും അറിയാത്തൊരു സാധനമായിരുന്നു പണ്ട്. കട്ട് ചെയ്യാൻ വലിയ കാര്യമൊന്നുമില്ല, ബിക്കോസ് ഞാൻ കട്ട് ചെയ്യുമ്പോൾ മാങ്ങയുടെ കൂടെ
മാങ്ങയുടെ ഈ തോടിൻ്റെ കൂടെ കുറച്ചധികം ഈ മാംസവും കൂടെ എന്തെന്ന് പറയുന്നത് മാങ്ങയും കൂടെ പോകും. അപ്പം അതുകൊണ്ട് പണ്ട് ഞാൻ ബെഡ് സ്പേസ് നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരി എന്നെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് ചെത്തിയും കളയും. പക്ഷേ ഇപ്പം ഞാൻ പഠിച്ചു. ഇപ്പം ഞാൻ മറ്റേ സാധനം മേടിച്ച് ഇങ്ങനെ വലിക്കുന്നത്, അപ്പം അധികം മാങ്ങ പോകത്തില്ല. ഹായ്, നിങ്ങൾ ആരെങ്കിലും ഇത് കഴിക്കാറുണ്ടോ? നല്ല മധുരം, കുറച്ച് ചീഞ്ഞെന്ന് തോന്നുന്നു മാങ്ങ. ഹൗ കളർഫുൾ, ഹൗ ബ്യൂട്ടിഫുൾ ദ പ്ലേറ്റ് ഈസ്. അയ്യോ, ഗ്യാസിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയില്ല. 2 ദിവസം മുന്നേ ഞാൻ അവിടെ ഇരുന്നപ്പം 2 ദിവസം മുന്നേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ മുട്ട പുഴുങ്ങാനിട്ടിട്ട് ഞാൻ മറന്നുപോയി മുട്ട പുഴുങ്ങാനിട്ടെന്നുള്ളത്. കാരണം ഞാനിവിടെ വന്ന് കിടന്നപ്പോഴത്തേക്ക് വിചാരിച്ച് കിടന്നുറങ്ങാം. രാത്രിയിലായിരുന്നു, 7:30 കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ 2 മുട്ട ഇട്ടിട്ടുണ്ട്. അപ്പം എന്തോ ഇങ്ങനെ ഇടിച്ചിടിച്ച് പൊട്ടുന്നൊരു സൗണ്ട്. അപ്പോൾ എനിക്കിതെന്താ ഈ സൗണ്ട് കേൾക്കുന്നത്? അപ്പോഴേ ഞാൻ ഓർത്തു, മുട്ട പുഴുങ്ങാനിട്ട്. ഞാൻ ഓടിപ്പോയി നോക്കിയപ്പോഴത്തേക്കും മുട്ടയുടെ പാത്രത്തിലെ വെള്ളം ഫുള്ള് തീർന്നിട്ട് മുട്ട മാത്രം ഇങ്ങനെ കിടന്നിട്ട് ചൂടായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇടിക്കുന്നു. ആ സൗണ്ടായിരുന്നു ഞാൻ കേട്ടത്. അയ്യോ, ഞാൻ അപ്പോഴേ പോയിട്ട് ഓഫാക്കിയിട്ട് ഞാനാകെ ടെൻഷനായിപ്പോയി. അതിന് ഞാൻ വിചാരിച്ചു, ഇതിപ്പോൾ 2-3 പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് ഈ സംഭവം സംഭവിച്ചു. മുന്നേ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുട്ട പുഴുങ്ങാനിട്ട് കഴിഞ്ഞാൽ ഇനി മുട്ടയുടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അപ്പോഴേ ടൈമർ വെക്കാതെ. അത് കഴിഞ്ഞിട്ട് അതിന് 2-3 ദിവസം മുന്നേ മറ്റേത് എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞു കുക്കിങ്ങിനോടുള്ള. അതുകൊണ്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പം അങ്ങനെ സാധനങ്ങൾ ഇട്ടിട്ട് ഇവിടെ വന്ന് ഇരിക്കുന്നില്ല. മറ്റേതൊക്കെ ഞാൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ നിന്ന് കുക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ മാറാറില്ല. പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫിനിഷ് ചെയ്തിട്ട് തിരിച്ച് വരാറുള്ളൂ. ഇപ്പം ഞാൻ അവിടെ ഇട്ടിട്ട് ഇവിടെ വന്ന് റെസ്റ്റൊക്കെ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് തോന്നുന്നു. അതിന് മുന്നേ ഒരു ദിവസം ഞാൻ ചോറ് വെച്ചപ്പോൾ കുക്കറിനകത്ത് കുറച്ച് അരിയിട്ട്, ഞാൻ ഒരാളല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അരി ഇട്ടിട്ട് കുറേ വെള്ളം വെച്ച്. അപ്പോൾ കുക്കറ് ഞാൻ പിന്നെ മറന്നുപോയി. ഞാൻ അതേപോലെ തന്നെ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ ഫോണൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഗ്യാസിൻ്റെ സ്മെല്ല് വരുന്നു. അപ്പോൾ ഇതെന്താ ഇത്ര ഗ്യാസിൻ്റെ സ്മെല്ല് ഇവിടെ? ആരത് ഗ്യാസ് ഓണാക്കിയത് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് ആലോചിക്കുക. പിന്നെ എനിക്ക് ഭയങ്കര ഗ്യാസിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്തു. അപ്പോഴേ ഓർത്ത് ഞാൻ ചോറ് വെക്കാൻ വേണ്ടി ഇട്ടായിരുന്നെന്ന്. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് കുക്കറിൽ നിന്ന് വെള്ളം ഫുള്ള് കുക്കർ വിസിലടിച്ചെന്ന് തോന്നുന്നു. വിസിലടിച്ചപ്പോഴത്തേക്ക് വെള്ളം ഫുള്ള് പുറത്തോട്ട് ചാടിയിട്ട് വെള്ളം സ്റ്റൗവിൽ വീണിട്ട് സ്റ്റൗ അണഞ്ഞു. അതായത് തീ അണഞ്ഞെങ്കിലും ഗ്യാസ് ഓണായി കിടക്കുമല്ലേ. അപ്പം ഗ്യാസ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നെന്ന് തോന്നുന്നു. എനിക്കാകെ ടെൻഷനായി പോയി. എന്താ വെച്ചാൽ കാരണം ഭയങ്കര ഫ്ലാറ്റ് ഫുള്ള് ഗ്യാസിൻ്റെ സ്മെല്ല്. എന്നിട്ട് ഞാൻ പോയിട്ട് വിൻഡോ എല്ലാം തുറന്നിട്ട് മെയിൻ ഡോറെല്ലാം തുറന്നിട്ട് അത് 2 ഇൻസിഡൻ്റായി. ഇന്നലത്തെ അല്ല മെനഞ്ഞാന്ന് 2 ദിവസം മുന്നെയാണ്. ഈ മുട്ടയുടെയും കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ ടെൻഷനായി. അതുകൊണ്ട് ഇപ്പം ഞാൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ നിന്ന് കുക്ക് ചെയ്തിട്ട് ഇനി ഞാൻ ഇവിടെ വന്നിരിക്കത്തില്ല എന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മുന്നേ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ റൂമിൽ വന്ന് റിലാക്സ് ചെയ്യത്തില്ല. അവിടെ തന്നെ നിന്നെല്ലാം ഇപ്പോൾ ചോറ് വെക്കാനിട്ടെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ കറിയുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യും. ഇതിപ്പോൾ മടിയാണ് അങ്ങ് പ്രശ്നം. മടി കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പം എൻ്റെ മാംഗോ വിത്ത് സാൻഡ്വിച്ച് ഇവിടെ തണുത്ത് പോകും. മാംഗോ ഓൾറെഡി തണുത്തതാണ്, സാൻഡ്വിച്ച് ചൂടായിരുന്നു, അതിപ്പോൾ തണുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ കഴിക്കട്ടെ ഞാൻ. ഇതാണ് എൻ്റെ ലഞ്ച്, സൺഡേ ലഞ്ച്. ഇന്നലെ ഞാൻ ചോറ് കഴിച്ചു, വൈകിട്ട് മീൻ കഴിച്ച്, അപ്പം കഴിച്ച്, മുട്ട പപ്സ് കഴിച്ച്, സോ കുറേ ഫുഡ് കഴിച്ച്. ഇന്ന് നൈറ്റ് എന്തായാലും ഡിന്നർ കുറച്ച് ഹെവി ആയിട്ട് കഴിക്കുമായിരിക്കുമെന്ന് എനിക്ക് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ലഞ്ച് നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് കഴിക്കാമെന്ന്. ഞാൻ ഈ തടി അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പുറപ്പാടില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും ഞാൻ കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ തടി വെക്കുമെന്ന്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എൻ്റെ ഒരു ബുക്ക് കാറിനകത്ത് തന്നെ അതെടുത്തുകൊണ്ട് വന്ന് ഇവിടെ അടുക്കി വെക്കാം. ഇതെൻ്റെ ഫ്രണ്ട് തന്ന കൊറിയൻ മാസ്ക്. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ഇടാൻ പോവാം. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈവനിങ് ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഗ്ലോ ആവട്ടെ. ഇപ്പം എൻ്റെ സ്കിൻ കുറച്ച് മാറിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഈ ഒരു മാസ്ക് ഇടാം. ഇതെന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് എവിടെ മേടിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. ഇത് പുള്ളിക്കാരത്തേക്ക് എവിടെ കണ്ടെന്ന് കിട്ടിയതാണ്. പുള്ളിക്കാരുടെ കസ്റ്റമറെ കണ്ടു കൊടുത്തത്. അപ്പം എനിക്കിതാണ്
ഞാനിപ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യുക. ഞാൻ വീട്ടിൽ നിൽക്കുവാണ്. അപ്പം ഞാൻ ചിലപ്പോൾ ഒരു പ്രാന്തിയെ പോലൊക്കെ ആയിരിക്കും. പിന്നെ ബാക്കിൽ പാട്ട് കേൾക്കുന്നുണ്ടാവും. ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ എൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെയൊക്കെയാണ് ഞാനിപ്പം പോകുന്നത്. അപ്പം ഞാൻ ഒരു പാട്ട് കേൾക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓർത്തോ വീഡിയോ എടുക്കുന്ന കാര്യം, ഇവിടെ പാട്ട് ഓഫാക്കണ്ടെന്ന് വിചാരിച്ചു. നല്ല പാട്ടല്ലേ ഞങ്ങൾ വരാത്ത. രാവിലെ ഞാൻ കാർ വാഷ് ചെയ്യാൻ പോയപ്പോൾ കുറച്ച് മേഘപ്പെട്ടായിരുന്നു ചെറുതായിട്ട്. യെസ്, ഇത് നല്ല ചെറുണ്ട്, ഇങ്ങനെ തെറിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് എന്നെ ഒരു ഭൂതമായിട്ട് കാണാം. ഇതെങ്ങനെയാണ് ഇടുന്നത്? ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾ വേണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ടേക്ക്. ഇതെൻ്റെ ഫേവറേറ്റ് സോങ്ങാണ്. കണ്ടോ, ഇതിങ്ങനെ ഞെക്കി എടുക്കുമ്പോൾ ഇതിനകത്ത് കുറേ സിറമൊക്കെ കിട്ടും. അത് നിങ്ങൾ കയ്യിലൊക്കെ തേക്കണം, വേസ്റ്റ് ആക്കരുത്. കഴുത്തിലൊക്കെ തേക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഗ്ലോ വരും. കായ്മണി തന്ന് മുല്ലകൾ മുടിയഴകിൽ മുത്തുകളെല്ലാം forward rather than waiting for the code to be issued to this is to be decided. ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ കുറേ ഫുൾ കോൾസിലായിരുന്നു, അപ്പോൾ എനിക്ക് റെഡി ആയതൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഫോൺ ചാർജ് ചെയ്യാനായിട്ടിരുന്നു, ഫോൺ ചാർജിലായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ മേക്കപ്പ്. മസ്കാര ചെയ്തു, ഐബ്രോ സെറ്റ് ചെയ്തു, ചെറുതായിട്ട് ഫൗണ്ടേഷൻ ഇട്ട്, പ്രസ് പൗഡർ ഇട്ട്. ഇത്രയാണ് എൻ്റെ മേക്കപ്പ്. ഇതാണ് ഡ്രസ്സ്. ഈ ഡ്രസ്സൊക്കെ എനിക്ക് ഇത് ഞാൻ സ്മോളാണ് ശരിക്കും മേടിച്ചത്. ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് തടി ഫീൽ ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. പക്ഷേ ഇത് ഞാൻ സ്മോൾ എടുത്തിട്ടും ഇതെനിക്ക് ഭയങ്കര ലൂസ്. പിന്നെ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വൃത്തികേടായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ദിസ് ഈസ് മൈ കോസ്റ്റ്യൂം ഓഫ് ദ ഡേ. ഞാൻ ഷൂ ഇടണോ ഈ ചെരുപ്പിടണോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇതിടാം. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 5 മണിയായി. എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്കൊന്നൊരു പ്രോഗ്രാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ പ്രോഗ്രാമിന് പോകുക. യെസ്, അപ്പോൾ ഓക്കെ, ബൈ. ഞാനിനി മഴയാണ് ഇവിടെ ഫുള്ള്. എനിക്ക് തോന്നുന്നു ഞാൻ ദുബായിൽ വന്നിട്ട് ഈ ഒരു 5 ഇയേഴ്സിനുള്ളിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലോങ് ആയിട്ട് മഴ കിട്ടുന്നൊരു. സാധാരണ ഒരു 2-3 ദിവസമൊക്കെ ഇങ്ങനെ എല്ലാം വിൻ്റർ കഴിഞ്ഞിട്ട്
മറ്റേ സമ്മർ ആകുമ്പോഴത്തേക്ക് ചെറിയൊരു മഴയൊക്കെ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ഇടക്ക് വല്ലപ്പോഴും ഇങ്ങനെ ഒരു മഴയൊക്കെ പെയ്യാറുണ്ട്. ഞാനിതിനെ ബാക്ക് ക്യാം കാണിച്ചിട്ട് സംസാരിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ കുറേ മഴയൊക്കെ പെയ്യാറുണ്ട്. അതൊരു മാക്സിമം പോയ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം. ഇതിപ്പോൾ എത്ര നാളായി? മാർച്ച് ലാസ്റ്റ് വീക്ക് എത്ര 4-5 ദിവസം മഴയായിരുന്നു. ഇപ്പം ഏകദേശം ഒരു 3 to 4 days ആയിട്ട് വീണ്ടും മഴയൊക്കെ തന്നെ. നാട്ടിലാണെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ മറ്റേ ചൂടെടുത്തിട്ട് അവിടെ ഇരിക്കാൻ വയ്യ, രാത്രിയിലൊക്കെ കുളിച്ചിട്ടൊക്കെ കിടന്ന് ഉറങ്ങുന്ന അത്ര ചൂടാണെന്നാണ് പറയുന്നത്. ഇവിടെ ആണെങ്കിൽ അവിടെ നാട്ടിൽ മഴയൊന്നും ഇല്ലാന്ന്, ഇവിടെ ആണെങ്കിൽ ഫുള്ള് മഴ. എന്താ അവസ്ഥ? ഞാൻ ഇവിടെ എത്തി. എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. പുള്ളിക്കാരിനെ എടുത്തിട്ട് പോകാം. ഞാനിവിടെ എത്തി, പുള്ളിക്കാരി വന്നില്ല, ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. Yeah. ഞങ്ങളുടെ കൂടെ വരുന്നത്. For me, it became difficult because of the wrong instruction. This is the one, right? Because Saturday over. yes. ഹലോ. അങ്ങനെ ഞാൻ റൂമിലെത്തിയിട്ട് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഈ പാതിരാത്രി 11 മണിയായി. ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനൊന്നുമില്ല, ഒന്നും ചെയ്യാനുള്ള എനർജിയും ഇല്ല. ഇന്നത്തെ ഒരു വീക്കെൻഡ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനതിന് ഇരുട്ടത്ത് സംസാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീക്കെൻഡ് വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിപ്പം എത്തി. നല്ല ദിവസമായിരുന്നു. കുറേ ആൾക്കാരെയൊക്കെ കണ്ട് ഫീലിംഗ് ഹാപ്പി, മോർ ഹാപ്പി. അങ്ങനെയൊക്കെയായിരുന്നു. എനിക്ക് നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഫുൾ ഡേ നല്ലതായിരുന്നു. ഞാൻ കുറേ എൻഗേജ്ഡായി. പിന്നെ അതുകൊണ്ട് ഇപ്പം ഞാൻ നല്ല ടയർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കിടന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഉറങ്ങും, മുഖം കഴുകണം, സെറ്റാവണം, കിടക്കണം. നാളെ ഓഫീസുണ്ട്, നാളെ രാവിലെ എണീക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു സൺഡേ വിശേഷങ്ങൾ. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. ഇനിയും ഞാൻ ഇങ്ങനെ കുറേ വീഡിയോകൾ ചെയ്ത് വർപ്പിക്കുന്നതായിരിക്കും. ഞാൻ വിചാരിക്കുന്ന കുറേ വീഡിയോ ഒക്കെ ഇനി എല്ലാം ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ. ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാം ചെയ്തിരിക്കും.